അള്ളാഹു തൃപ്തിപ്പെട്ടതായ കർമ്മങ്ങളെ കൂട്ടത്തിൽ അള്ളാഹു ചേർപ്പാട്ടിക്ക് അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ നിക്കാഹുക്ക് പോണ്ടതായ അബ്ബാസിനാനുക്കും ഫാത്തിമ സാനിയക്കും സുഖകരമായിട്ടുള്ളതായ ഹൈറായിട്ടുള്ളതായ ദാമ്പത്തിക ജീവന വൈവാഹിക ജീവന നയിക്കവും അള്ളാഹു തൗഫീക്ക് കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ ഹൈറും ബർക്കത്തും അള്ളാഹു അൻകും നൻകും ചൊരിച്ചു തരട്ടെ. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം ഒരു വലിയ ഒരു ഇബാദത്ത് തിക്കറ് കർമ്മമായി തിക്കറ് നിക്കാഹ് ചെല്ലും. നിക്കാഹ് ഇസ്ലാമിൽ മാത്രമല്ല ബാക്കിയുള്ളതായ മതങ്ങളിലും നിക്കാഹുണ്ട്. വൈവാഹിക ജീവനാക്കുറാറ്, ദാമ്പത്തിക ജീവനാക്കുറാറ്, കൗട്ടുംബിക ജീവനാക്കുറാറ് എത്രത്തോട് ചെന്നെങ്കിൽ അള്ളാഹുവെ ഇല്ല ചെന്നതായ നിരീശ്വരവാദിയും യുക്തിവാദിയും മങ്ങിലൗടാറ് സന്താന ഉത്പത്തി ആക്കുറാറ്, വൈവാഹിക ദാമ്പത്തിക ജീവനാക്കുറാറ്. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം അള്ളാഹുവിന്റെ ദീനെ എത്തിക്കുന്നത്. ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിന്റെ പക്കൽ സ്വീകാര്യമായത് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം മാത്രം എത്തിക്കരുത്. ഈ ദീനിൽ അള്ളാഹു നിശ്ചയിച്ചതായ നിക്കാഹ് ചെന്നത് ഇത് കേവല ഈ ദുനിയാവിലെ ഈ താത്കാലികമായിട്ടുള്ളതായ ജീവനത്തിൽ മാത്രം തീർക്കുള്ളതല്ല, പരലോകത്തിൽ മരണാനന്തരമായിട്ടുള്ളതായ ജീവിതത്തിൽ അള്ളാഹുവിന്റെ സ്വർഗീയമായ ഭവനത്തിൽ എത്തുള്ളതായ വലിയ ഒരു മാർഗമായി തീർക്കുന്നത് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം ഒരു നിക്കാഹ് വിവാഹ ചന്ദ്രൻ. അള്ളാഹു സുബ്ഹാനഹു തആല അവന്റെ പവിത്രമായിട്ടുള്ളതായ ഖുർആനിൽ ചെമ്മജാകല് ഇസ്ലാമിലെ വിവാഹത്തിന്റെ വിഷയത്തില്, ഇസ്ലാമിലെ വൈവാഹിക ജീവനത്തിന്റെ വിഷയത്തില്, ഇസ്ലാമിലെ കൗട്ടുംബിക ജീവന വിഷയത്തിൽ ധാരാളമായിട്ട് അള്ളാഹു ചെന്നത്. രണ്ടാമത്തെ അധ്യായ സൂറത്ത് ബഖറയിലും അതേപോലെ വിശുദ്ധമായിട്ടുള്ളതായ ഖുർആൻ 4-ാമത്തെ അധ്യായ സൂറത്തു നിസാ. ഈ സൂറത്തു നിസായിൽ അള്ളാഹു സവിസ്താരമായിട്ട് ഇസ്ലാമിന്റെ വിവാഹത്തിന്റെ വിഷയത്തിൽ, വിവാഹാനന്തരമുള്ളതായ മാപ്പിള പെണ്ണായുടെ കടപ്പാടിന്റെ വിഷയത്തിൽ, ഒരു പെണ്ണിന് മൗലികമായിട്ടുള്ള അവകാശമായിട്ടുള്ള മഹറിന്റെ വിഷയത്തിൽ, അതേപോലെ അവളെ അനന്തര സ്വത്തിന്റെ വിഷയത്തിൽ, അവളെ വൈവാഹിക ജീവനത്തിന്റെ വിഷയത്തിൽ, ഒരു ആണില് അവന്റെ പെഞ്ഞായിരൊട്ടിക്കുള്ള കടപ്പാടിന്റെ വിഷയത്തിൽ സവിസ്താരമായിട്ട് അള്ളാഹു 4-ാമത്തെ അധ്യായ സൂറത്ത് നിസായിൽ ചെന്ന. അതേപോലെ വിശുദ്ധമായിട്ടുള്ള ഖുർആൻ സൂറത്ത് നഹ്ൽ 16-ാമത്തെ അധ്യായത്തിലും ഇസ്ലാമിലെ വിവാഹത്തിന്റെ വിഷയത്തിൽ അള്ളാഹു ചെന്നു. 13-ാമത്തെ അധ്യായ സൂറത്ത് റഅദിലെ 38-ാമത്തെ ആയത്തിലും ഇസ്ലാമിലെ വിവാഹത്തിന്റെ വിഷയത്തിൽ അള്ളാഹു അറിയിക്കണം. അതേപോലെ വിശുദ്ധ ഖുർആനിലെ 36-ാമത്തെ അധ്യായ സൂറത്ത് യാസീന്റെ 36-ാമത്തെ ആയത്തിലും ഇസ്ലാമിലെ വിവാഹത്തിന്റെ വിഷയത്തിൽ അള്ളാഹു അറിയിക്കണം. നോക്കൂ, അള്ളാഹു സുബ്ഹാനഹു തആല സൂറത്ത് യാസീന്റെ 36-ാമത്തെ ആയത്തിൽ അള്ളാഹു ചെന്നത് സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹ. സുബ്ഹാന, അള്ളാഹു എത്ര പരിശുദ്ധനായിരിക്കണം. അല്ലദീ, അവൻ എനന്ത റബ്ബായിരിക്കണം. ഖലഖൽ അസ്വാജ കുല്ലഹ, എല്ലാത്തിനും ജോഡിയെ ഇണരെ ഉണ്ടാക്കിയവനായിരിക്കണം. പഠിച്ചാൽ മനുഷ്യർക്ക് മാത്രമല്ല, മൃഗത്തിനും ജിന്നുകൾക്കും അതേപോലെ സമുദ്രത്തിലുള്ളതായ മത്സ്യത്തിനും അതേപോലെ പർവ്വതങ്ങൾക്കും എറുമ്പുക്കും ഇങ്ങനെ അള്ളാഹു ജോഡിയെ ഉണ്ടാക്കിയവനായിരിക്കണം. അള്ളാഹു എത്ര പരിശുദ്ധനായിരിക്കണം. വിശുദ്ധ ഖുർആനിൽ ചെമ്മജാകൽ അള്ളാഹു സുബ്ഹാനഹു തആല ചെന്നതായിരിക്കല് വഖലഖനാകും അസ്വാജ, നിങ്ങളെ ജോഡികളായിട്ട് ഇരിക്കുന്ന അള്ളാഹു തആല സൃഷ്ടിച്ചത്. എപ്പോഴും പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം ഒട്ടിയായിട്ടുള്ളതായ ജീവനത്തിന് ഒരിക്കലും പ്രോത്സാഹനം കൊടുക്കില്ല. ഈ ആധുനിക യുഗത്തിൽ കാലഘട്ടത്തിൽ അങ്ങനെ ചിന്തിച്ചതായ ചില ആത്മാരുള്ള ഒണ്ടി ജീവന നല്ലതായിരിക്കുന്നത്. ഏതെങ്കിലും ഒരു കാടിൽ പോയിട്ട് അല്ലെങ്കിൽ റായപ്പെട്ടു ഏതെങ്കിലും ഒരു ജാഗ്രത കൊടുത്ത് തപസ് തെച്ചിട്ടെങ്കിൽ ഒരു ബ്രഹ്മചാര്യരെ പോലെ ജീവനാക്കിയിട്ടെങ്കിൽ അള്ളാഹുക്ക് മുട്ടാവുള്ള ഒരു റീസണായി തിരിച്ചത് ചില ആൾമാരുള്ള. ഇത് തികച്ചും അബദ്ധമായി തിരിക്കുന്നത്. ഇത് ഖുർആനുക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരെ ചെറിയ എതിരേറ്റിക്കരുത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്നത് അന്നിഖാഉ സുന്നത്തി ഫമൻ റഗിബ സുന്നത്തി ഫലൈസ മിന്നി,
നിക്കാഹ് ചെന്നത് നിന്റെ ചെറിയേച്ചിക്കരുത്. നിന്റെ ചെറിയായിട്ടുള്ളതായ നിക്കാഹിൽ നിന്ന് ആറ് വിട്ടു നിൽക്കുകയാണ് മങ്ങിലാവുള്ളതായ സാമ്പത്തികമായിട്ടുള്ളതായ അതേപോലെ ആരോഗ്യവും എന്നിട്ടും മങ്ങിലാവാതെ ഒരു ബ്രഹ്മചാരി പോലെ ജീവിക്കുന്നുണ്ടെങ്കിൽ അവന് തന്റെ സമുദായത്തിൽ പെട്ടവനല്ല ചെന്ന് 1400 വർഷத்துக்கு മുന്നേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പരിപാടിയിൽ വിശുദ്ധ ഖുർആൻ സൂറത്ത് റഅദ് 13-ാമത്തെ അധ്യായം അതിലെ 38-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല ചെന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റൊട്ടിಗೆ നിങ്ങൾക്ക് മുന്നിൽ വന്നതായ റസൂലുമാർ നബിമാർ അങ്കനങ്ങ ഭാര്യമാരെ സൗകര്യപ്പെടുത്തി കൊടുത്തറ മക്കളെ കൊടുത്തറ അങ്ങ് വൈവാഹിക ജീവനാക്കി നയിച്ചിക്കറാർ സന്താന ഉത്പത്തി ആക്കി നയിച്ചിക്കറാർ പരിശുദ്ധമായ ഇസ്ലാം വലിയ ഒരു പ്രോത്സാഹനം കൊടുത്തതായിട്ട് ഇസ്ലാമിലെ വിവാഹ ചെല്ലത് ആയെങ്കിൽ ഇന്ന് ഞങ്ങളുടെ സമുദായത്തിൽ ഉമ്മത്തിൽ യാർച്ചിലേറെ ആൾമാർ ഇസ്ലാമിലെ വിവാഹത്തിലെ പ്രാമുഖ്യത്തെ എന്തയച്ചിക്കറ് അതിന്റെ അഹമീയത്ത് എന്തയച്ചിക്കറ് അതിന്റെ ബല എന്തയച്ചിക്കറ് ചെന്ന് അറിയാതെ ഇസ്ലാമിലെ വിവാഹത്തിന്റെ പേരിൽ നാനാനന്തരതായ അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും മങ്ങിലത്തെ മുന്നലും അതേപോലെ മങ്ങിലത്തെ പിന്നെയും നാനാനന്തര പേര് വെച്ചിട്ട് ആക്രമിച്ചിട്ടാണ് ഞങ്ങൾ മനസ്സിലാക്കുള്ളത് ഇതൊരു ഇബാദത്തെ ചിക്കുന്നത്. ഈ ഇബാദത്തിൽ അല്ലാഹു ഖൈറും ബർക്കത്തും തരുന്നുണ്ടെങ്കിൽ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം കാട്ടിത്തന്നതനുസരിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാട്ടിത്തന്നതായ ആ തരീഖ അനുസരിച്ച് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിലെ ചൗക്കറ്റ് ഉൽഗത്തിൽ നിന്ന് ഈ വിവാഹവും അതേപോലെ ഈ വിവാഹത്തിന് സാക്ഷിയായിട്ടുള്ളത് ഞങ്ങളെല്ലാവരും ചിന്തിക്കുകയും ഞങ്ങളെ ജീവനത്തിൽ കൊണ്ടുപോകുള്ളതായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആനിൽ ചെന്നത് വിവാഹ ചെന്നത് ഇത് അല്ലാഹുവിന്റെ ദൃഷ്ടാന്തമായിരിക്കും. മക്കളെ കളിയല്ല, മക്കളെ കളിപ്പാട്ടല്ല. വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജ. ഇത് അല്ലാഹുവിന്റെ ദൃഷ്ടാന്തത്തിൽപ്പെട്ടതായിരിക്കും. ആകാശങ്ങളെയും ഭൂമിയെയും അതിൽ നിന്നതായ സകലമായ വസ്തുക്കളെയും പടച്ചിട്ട് നിയന്ത്രിക്കുന്നതായ ഖാലിഖായ റാസിഖായ ജബ്ബാറായ മാലിക്കുൽ മുലൂഖായ പടച്ച റബ്ബിന്റെ ദൃഷ്ടാന്തത്തിൽപ്പെട്ടതായിരിക്കും. ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജ. നിങ്ങൾക്ക് റബ്ബ് ജോഡിയെ ഉണ്ടാക്കിയത് ഇത് പടച്ച റബ്ബിന്റെ വലിയ ഒരു കുതിരത്തെത്തിക്കും. എന്ത് എത്തിക്കണം ലിതസ്കുനു ഇലൈഹ അതെത്തിക്കണം. നമ്മൾ മനസ്സിലാക്കാനായിട്ടുള്ളതായ വലിയ ഒരു പോയിന്റ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സുക്കൂന് കിട്ടുകയായിട്ട് നെമ്മതി കിട്ടുകയായിട്ട് ഒരു പെണ്ണിൽ നിന്ന് ആളുകൾ ഒരു ആളിൽ നിന്ന് പെണ്ണുക്ക് പരസ്പര നെമ്മതിയുള്ളതായ റാഹത്തുള്ളതായ ഒരു ജീവന് കിട്ടുകയായി ആയത്തിന് തഫ്സീറുകൾ മുഫസ്സിരീങ്ങ അതിന്റെ തഫ്സീർ കൊടുത്തിട്ടുണ്ടെങ്കിൽ കേവലം ദുനിയാവിൽ മാത്രമല്ല, ദുനിയാവിൽ എല്ലാവർക്കും ആ നെമ്മതി കിട്ടും. പക്ഷേ ദുനിയാവ് മാത്രമല്ല, മരണാനന്തരം ഉള്ളതായ പാരത്രികമായിട്ടുള്ളതായ ലോകത്തിൽ ഒരു പെഞ്ഞായിക്കും മാപ്പിളക്കും അങ്ങനെ മക്കൾക്കും കുടുംബസമേത സ്വർഗത്തിക്ക് പോകുള്ളതായ ഒരു മാർഗ ഈ വിവാഹ ആയിത്തിന്നെങ്കിൽ അങ്ങനെ വൈവാഹിക ജീവന അങ്ങനെ കുടുംബ ജീവന ആയിത്തിന്നെങ്കിൽ അതായിത്തിക്കര് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം വരെ വിവാഹം കൊടുത്തു അങ്ങനെ വിജയിച്ചത് ചെന്ന് ഖുർആനിലെ വ്യാഖ്യാനത്തില് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ ചെല്ലുക. അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിക്കാഹിന്റെ സദസ്സിൽ കുത്തുബായിക്കൊണ്ടിരിച്ചു. ആ കുത്തുബരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബയാനായിക്കൊണ്ടിരിച്ചു. എന്നിട്ട് അവിടെ മങ്ങിലാവുന്നതായ പുതിയാപ്പിളക്കും പുതിയ പെണ്ണുക്കും നസീഹത്ത് കൊടുത്തോണ്ടിരിച്ചു. അതേപോലെ ആ നിക്കാഹിന് സാക്ഷിയായിട്ട് ദ്വാരക്കും വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചെന്നോണ്ടി ഹദീസിലെ ഗ്രന്ഥത്തിൽ നമുക്ക് കാണാം. അയസബുലു ഈ നിക്കാഹ് എല്ലാ നിലക്കും പടച്ചിറപ്പ് ഹൈറായിട്ട് തീർക്കട്ടെ. എല്ലാവരും പ്രാർത്ഥന ദുആ ഇന്ന് മങ്ങിലാവുന്നതായ സിനാനും ഫാത്തിമ സാനിയക്കും വേണു ചെന്ന് നിങ്ങളൊട്ടിക്ക് ആവശ്യപ്പെട്ട് മാത്രമല്ല പുതിയാപ്പിളതായ സിനാൻഡൊട്ടിക്ക് ചെല്ലുള്ളത് വലിയ ഒരു ജവാബ്ദാരികൈത്തിക്ക് പ്രവേശിക്കുന്നത് ചെറിയ ജവാബ്ദാരിയല്ല, ഇത് വലിയ ഒരു ജവാബ്ദാരി എത്തിക്കരുത്. അള്ളാഹു ഖുർആനിൽ ചെന്നെങ്കിൽ മീസാഖൻ ഖലീല ഇതൊരു ബലിഷ്ഠമായിട്ടുള്ളതായ കരാർ അള്ളാഹുവിനെ സാക്ഷിയാക്കിയിട്ട് ನಾನು ಮಂಗಿಲಾവുക പോണ്ടതായ നിക്കാഹുക പോണ്ടതായ ഫാത്തിമ സാനിയരൊട്ടിಗೆ നല്ല നിലക്ക് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം നണ്ടൽ എന്തൈച്ചിക്കറി ഏൽപ്പിച്ചത് ആ ഇസ്ലാമിലെ ചൗക്കറ്റ ഉൾക നിന്നിട്ട് ನಾನು ಅವಳೊಟ್ಟಿಗೆ നല്ല നിലക്കുള്ളതായ ജീവനാക്കರೆ
ബാധ്യത്തെ തീർക്കൽ, പരസ്പര സ്നേഹിച്ചിട്ട് പരസ്പര പിരിസപ്പാടിൽ അവളൊട്ടിക്ക് നല്ല നിലക്കുള്ളതായ ജീവനാണ് ആഗ്രഹിച്ചതായ ഒരു കരാറായിട്ടിക്കറ് ആരെ സാക്ഷിയാക്കിയിട്ട് എടുക്കുന്നത്? അള്ളാഹുവിനെ സാക്ഷിയാക്കിയിട്ട്. ഈ കരാർ ഒരിക്കലും ഉല്ലംഘനാവും തീര. എൻ്റെ മുസ്ലിം സമുദായത്തിൽ നാനാനന്തതായ അനാചാരങ്ങൾ കണ്ടുകൊണ്ടുള്ളതായ ഒരു കാലഘട്ടമായിട്ടിക്കറ്. ആയസവൾ നല്ല നിലക്ക് അവളൊട്ടിಗೆ സ്നേഹിച്ചിട്ട് പിരിസപ്പാടിൽ നിങ്ങളെ ദാമ്പത്തിക ജീവനം മുന്നിൽ കൊണ്ടുപോകും. ചെറിയ ചെറിയ തപ്പുകൾ വരും, മനുഷ്യ സഹജയിക്കറ്. അതുക്കും ഖുർആൻ സൊല്യൂഷൻ ചെന്ന് ബിൽ മഅറൂഫ്, നല്ല നിലക്ക് നല്ല പിരിസപ്പാടിൽ സ്നേഹിച്ചിട്ട് അതിലെ തിദ്ದುപടിയാക്കണം ചെന്നിട്ട് പവിത്രമായിട്ടുള്ളതായ ഖുർആൻ ചെന്നത്. ഖുർആനുക്കും സുന്നത്തുക്കും അടങ്ങിയിട്ടെങ്കിൽ നിങ്ങളുടെ ജീവനത്തിൽ അല്ലാഹു ബർക്കത്ത് തന്ന ധാരാളം ഖൈർ അല്ലാഹു തന്ന. ദുനിയാവിൽ മാത്രമല്ല ആഖിറത്തിലും നിങ്ങൾക്ക് അവന്റെ ജന്നാത്തുൽ ഫിർദൗസിലും ഒരുമിച്ച് കൂടാ അല്ലാഹു തൗഫീഖ് തരട്ടെ. അതേപോലെ പുതിയ പെണ്ണായിട്ടുള്ളതായ ഫാത്തിമ സാനിയ നല്ല ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ ചിന്തിക്കുള്ളത് മനസ്സിലാക്കുള്ളത് വലിയ ഒരു ജവാബ്ദാരി കയറ്റിക്കുന്ന സഹോദരി നീ പോണ്ട്. ഇത്രത്തോളം നിന്റെ അപ്പരെ ഉമ്മരെ ആ കൊണ്ടാട്ടത്തിൽ വാത്സല്യത്തിൽ ഇന്നുണ്ടെങ്കിൽ ഇണ്ടത് പിന്നെ പടച്ചിറപ്പ് കണ്ടത് വലിയ ഒരു ജവാബ്ദാരി എത്തിക്കല്. അതിനെ ചെറുത്ത് തീർക്കൂ, അതിനെ വർണ്ണനാക്കൂ സാധ്യയില്ല. ആയ സഹുലു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്നത് നിന്റെ മാപ്പിളൊട്ടിക്കുള്ളതായ കടപ്പാട് അത് നല്ല നിലക്ക് പൂർത്തീകരിക്കണം. സ്നേഹത്തിലും പിരിസപ്പാടിലും സൗഹാർദ്ദത്തിലും ദീനുൽ ഇസ്ലാമിന്റെ ചൗക്കറ്റ് ഉൾഗന്നി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായിട്ടുള്ള ഹദീസുകൾ ഞങ്ങളെ എതിർന്നുണ്ട്. ഇസ്ലാമിക ചരിത്ര പാഠപുസ്തകങ്ങൾ ഞങ്ങളെ എതിർന്ന് തുറന്ന പുസ്തകമായിട്ടുണ്ട്. സിനാനുക്കും ഫാത്തിമ സാനിയക്കും ഇനിയും പഠിക്കുക പരിശുദ്ധമായ ഇസ്ലാമിലെ ചരിത്ര പാഠങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിൽ വന്നതായ പ്രവാചകന്മാർ, പ്രവാചക പത്നിമാർ, സ്വഹാബിമാർ, സ്വഹാബി വനിതമാർ, ഞങ്ങളെ മുന്നിൽ കഴിഞ്ഞുപോയ സലഫു സ്വാലിഹീങ്ങളുടെ ചരിത്രങ്ങൾ, ഞങ്ങളെ വൈവാഹിക ജീവനം, ഞങ്ങളെ ദാമ്പത്തിക ജീവനം എങ്ങനെ ഇന്ത് ചെന്ന് തുറന്ന പുസ്തകമായിട്ട് ഈ കാലഘട്ടത്തിലും ഇനി ഖിയാമത്ത് നാളത്തോളം ബാക്കി അവിടെ എത്തിക്കണം. അത് പഠിച്ചിട്ട് ഇൽമുയാരാക്കിയിട്ട് നിങ്ങളെ വൈവാഹിക ജീവനം മുന്നിൽ കൊണ്ടുപോകണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അതേപോലെ ഫാത്തിമ സനായ റൊട്ടിക്ക് ചെല്ലുള്ളത് അള്ളാഹു ഏൽപ്പിക്കുന്ന ജവാബ്ദാരി അത് ചെന്ന് തീർക്കും സാധ്യമല്ല. ഒരു സുന്നത്ത് നോമ്പു എടുക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പിന്നെ നിന്റെ മാപ്പിളെ ഇരിക്കുമ്പോൾ അവന്റെ പെർമിഷൻ പിന്നെ ഒരു സുന്നത്ത് നോമ്പുകു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്നത് 70 ഖരീഫ് 70 വർഷ ഒരു സുന്നത്ത് നോമ്പ് അള്ളാഹു കബൂലാക്കിയെങ്കിൽ അങ്ങനെ മുഖത്തിൽ അള്ളാഹു നരകത്തിൽ നിന്ന് ദൂരാക്കല ചെന്നേക്കുന്നത്. ആ സുന്നത്ത് നോമ്പ് പോലെ റസൂൽ ചെന്നത് ലാ യഹില്ലു ലിംറഅത്തിൻ അൻ തസൂമ ലിസൗജിഹാ ഷായി. നിന്റെ മാപ്പിള സാക്ഷിയാവുമ്പോഴത്തേക്കും അവന്റെ പെർമിഷൻ ഇല്ലാതെ ആ സുന്നത്ത് നോമ്പ് പോലെ എടുക്കുക. ഇനി സുന്നത്ത് നോമ്പ് എടുത്തെങ്കിൽ മാപ്പിള പുടണു ചെന്നെങ്കിൽ ശരീരത്തെ വെളിപ്പാട്ടിട്ട് പുടണു ചെന്നെത്തിക്കുന്ന അവനുക്ക് വേണായിട്ട് നോക്കണം. അള്ളാഹുക്ക് വേണായിട്ട് എടുത്തതായ നോമ്പ് മാപ്പിളക്ക് ഇഷ്ടമില്ലെങ്കിൽ അത് സുന്നത്ത് നോമ്പായെങ്കിൽ ആ മാപ്പിള പുടണു ചെന്നുണ്ടെങ്കിൽ അതിലെ പുടണു ചെന്ന് കർമ്മശാസ്ത്ര ഫുഖഹാക്കന്മാർ ചെല്ലുമ്പോൾ ഒരു പെണ്ണിന് മാപ്പിളൊട്ടിക്കുള്ള ജവാബ്ദാരി മാപ്പിളക്ക് പെഞ്ഞായിരൊട്ടിക്കുള്ളതായ ജവാബ്ദാരി എത്രത്തോളം എത്തിക്കുന്നത്. ഇതറിയാതെ എത്തിക്കുന്ന മുസ്ലിം സമുദായത്തിൽ വിവാഹ വിച്ഛേദന തലാഖും കോർട്ടിലും ദേശങ്ങളിലും മുസ്ലിം സമുദായത്തിലുള്ള പെൺമക്കളും ആൺമക്കളും ഇന്ന് നട്ടുതിരിഞ്ഞുകൊണ്ടുള്ള നെമ്മതിയുള്ള ജീവനയില്ല, സുസൈഡ് ആത്മഹത്യ അധികരിച്ചുകൊണ്ടുണ്ട്. അതുകൊണ്ട് ഖുർആൻ സുന്നത്തിന് മടങ്ങുന്നു. ഇതായിരിക്കും ഇതിന്റെ ഏറ്റവും വലിയതായ സൊല്യൂഷൻ. അള്ളാഹുവിന്റെ ഖൈറും ബർക്കത്തും തരട്ടെ. എനിക്കത് സാക്ഷിയായി എല്ലാവരും മുഖ്യമാനായിട്ട് അള്ളാഹു ഒട്ടിക്കണം ദ്വാരക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിപാടി രചിക്കല് ബാറകല്ലാഹു ലക വബാറക അലൈക വജമഅല്ലാഹു മാ ഫീ ഖൈർ. അള്ളാഹു നിങ്ങൾക്ക് ബർക്കത്ത് തരട്ടെ. നിങ്ങളെ ഒരുമിച്ച് കൂടെ അള്ളാഹു ബർക്കത്ത് തരട്ടെ. എല്ലാവിധ ഖൈറും അള്ളാഹു ബർക്കത്തും നിങ്ങൾക്ക് ഒരുമിച്ച് തരട്ടെ. ചെറുതായ പ്രാർത്ഥന ചൊരിച്ച് തരട്ടെ. ചെറുതായ പ്രാർത്ഥന പ്രാർത്ഥിക്കൂ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ വഖുർറത അയ്നിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വഅസ്തഗ്ഫിറു അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന ഫസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.
والسلام على رسول الله صلى الله عليه وسلم. زوجتك وانكحتك بنتي فاطمة ثانية بمهر هذه ولادتي من الظاهر. قبلت منك تزويجها ونكاحها بالمهر المقبول ورضيت به. ನನ್ನ ಮಗಳು ಫಾತಿಮಾ ಸಾನಿಯರು ಈ ಮಹರಿಗೆ ಬದಲು ನಾನೀಗ ನಿಕ್ಕಾ ಹಾಕಿ ತಂದೆ. ನಾನು ಕಬೂಲಾಕೆ ನಿನ್ನ ಮಗಳು ഫാത്തിമ സാനിയರು ഈ മഹർക്ക് ബദൽ നിങ്ങൾക്ക് നിക്കാഹ് ആക്കി തന്നതിനെ വിവാഹ ചെയ്യുന്നതിനെ ആക്കി തന്നതിനെ ഞാൻ കബൂലാക്കെ. الحمد لله رب العالمين والعاقبة للمتقين. اللهم صل وسلم على رسولك محمد وعلى آل محمد. أيها الزوجان بارك الله لكم وبارك عليكم وجمع الله بينكم في الخير. بارك الله لكم وبارك عليكم وجمع الله بينكم في الخير. بارك الله لكم وبارك عليكم وجمع الله بينكم في الخير. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. ربنا آتنا خير الدنيا وخير الآخرة واصرف عنا شر الدنيا وشر الآخرة. صلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله.